എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ മൂക്കിലെ ദശ അഥവാ പോളിപ്പ് അല്ലെങ്കിൽ സൈനസിൽ നിന്നുണ്ടാകുന്ന ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന അണുബാധകൾ, ക്രോണിക് സൈനുസൈറ്റിസ് അനുഭവിക്കുന്ന ആളാണോ? എങ്കിൽ മുത്തൂറ്റ് ഹോസ്പിറ്റൽ കോഴഞ്ചേരിയിലെ ഏപ്രിൽ 1 മുതൽ ENT ഡിപ്പാർട്ട്മെന്റിൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറിയുടെ സർജിക്കൽ ക്യാമ്പ് നടക്കാൻ പോവുകയാണ്. ഞാൻ ഡോക്ടർ അമീൻ സുമൈസ്, മുത്തൂറ്റ് ഹോസ്പിറ്റൽ കോഴഞ്ചേരിയിലെ ഹെഡ് ആൻഡ് നെക്ക് സർജനാണ്. മൂക്കിൽ നിന്നുണ്ടാകുന്ന ദശ അഥവാ പോളിപ്പ്, ക്രോണിക് സൈനുസൈറ്റിസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും അലർജിയാണ് മൂക്കിൽ നിന്നുള്ള ദശ ഉണ്ടാവാനുള്ള കാരണം. രണ്ടാമതായി സൈനസിൽ നിന്നുണ്ടാകുന്ന ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന അണുബാധകളും അത് സംബന്ധമായിട്ടുള്ള ക്രോണിക് ഇൻഫ്ലമേഷനാണ്. മൂന്നാമതായി ചില ആളുകളിൽ മൂക്കിൽ ഉണ്ടാകുന്ന അനാട്ടമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇത്തരം ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള കാരണങ്ങൾ. ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകളിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവുക എന്ന് നോക്കാം. ഒന്നാമതായി മൂക്കിൽ നിന്നുണ്ടാകുന്ന ദശയുള്ള ആളുകളിൽ പ്രധാനമായും മൂക്കടപ്പാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, സ്മെല്ല് നഷ്ടപ്പെടൽ, അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കുറയൽ, തുടർച്ചയായിട്ടുണ്ടാകുന്ന തലവേദന, അതുപോലെ തന്നെ ഫേഷ്യൽ പ്രഷർ, തൊണ്ടയിൽ കഫം ഇരിക്കുന്ന അവസ്ഥ, അതുപോലെ കഫത്തിന്റെ കളറിലുണ്ടാകുന്ന മാറ്റവും, അതുപോലെ തന്നെ കഫത്തിലുണ്ടാകുന്ന ദുർഗന്ധവും ചില ആളുകളിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ, തുടർച്ചയായിട്ടുള്ള സൈനസ് അണുബാധകൾ വരുന്ന ഒരാളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഈ സർജിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.